എൻ്റെ പേര് താര. മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ടാണ് സ്വദേശം. 5 വർഷത്തോളമായി യാത്ര ചെയ്യണു. 20ഓളം രാജ്യങ്ങളും 22ഓളം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഗൗതമിൻ്റെ ഫാമിലി, അച്ഛനും അമ്മയും എല്ലാവരും യാത്രാപ്രിയരാണ്. അപ്പോൾ അവർ ചെറിയ കുട്ടിയായി ആയിരിക്കുമ്പോൾ തൊട്ടേ ഗൗതം യാത്ര ചെയ്ത് അങ്ങനെ നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പം ആ ഒരു യാത്രയിൽ ഞാനൊപ്പം കൂടുകയാണ് ഉണ്ടായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. മിക്കവാറും യാത്രകളും ഒരു 10 ദിവസം 14 ദിവസമൊക്കെയാണ് നമ്മൾ യാത്ര. അങ്ങനെ ആ ഒരു ഡ്യൂറേഷനിലാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പം ഞങ്ങളുടെ യാത്രകളെല്ലാം സെൽഫ് പ്ലാൻഡ് യാത്രകൾ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെ സ്വന്തമായിട്ട് യാത്ര പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അങ്ങനെയാണ് യാത്ര പോകാറുള്ളത്. നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ തേടി പിടിച്ച് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാറുള്ളത്. പക്ഷെ എന്നാലും ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സ്ഥലം ഇറാനാണ്. അത് ഞങ്ങൾ അടുത്തിടെ പോയൊരു യാത്രയാണ്. 2019 ഒക്ടോബറിലാണ് ഞങ്ങൾ ഇറാൻ യാത്ര നടത്തുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് 2017 ഞങ്ങൾ തുർക്കി പോയി. ടർക്കിയിൽ ഇസ്താൻബൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പോയി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ടർക്കി യാത്രയെക്കുറിച്ച്, ഇസ്താൻബൂളിനെ കുറിച്ചും അവിടുത്തെ സൂഫി നൃത്തം, അവിടുത്തെ ഭക്ഷണം, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അപ്പം സുഹൃത്തും യാത്രാപ്രിയനാണ്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇസ്ഫഹാൻ എന്നുള്ളൊരു സ്ഥലപ്പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇസ്ഫഹാനിൽ എന്തോ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ഫഹാൻ എന്നുള്ള പേര് ഞാനന്ന് ആദ്യമായിട്ടാണ് കേൾക്കണത്. ഇറാനിലാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇസ്ഫഹാൻ എവിടെയെന്ന് വെച്ചപ്പോൾ ഇറാനിലൊരു സിറ്റിയാണ് ഇസ്ഫഹാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പേര്, ഇസ്ഫഹാൻ എന്നുള്ള പേര് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്. അസാഫ എന്നുള്ള ആ ഉച്ചാരണത്തിൻ്റെ പ്രത്യേകത എന്തോ, എനിക്ക് ആ പേര് വളരെ ഇഷ്ടമായി. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഏതൊരു പുതിയ സ്ഥലത്തിൻ്റെ പേര് കേട്ടാലും അപ്പം തന്നെ ഗൂഗിൾ ഇമേജസ് നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ തിരിച്ചു പോണ വഴിക്ക് ഞാൻ ഇസ്ഫഹാന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഗൂഗിൾ ഇമേജസിൽ ആദ്യമായിട്ട് വന്നത് നീല നിറത്തിലുള്ള മൊസൈക്ക് വർക്ക് ചെയ്ത ഒരു പള്ളിയുടെ ചിത്രമാണ്. ആ പള്ളിയുടെ പല ഭാഗങ്ങൾ അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ചിത്രങ്ങൾ, ബ്ലൂ കളർ ടൈൽ വർക്കും മാർബിൾ വർക്കും മൊസൈക്ക് വർക്കൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാനിങ്ങനെ കുറേ ചിത്രങ്ങൾ നോക്കും തോറും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റ് പല പള്ളികളുടെയും ചിത്രങ്ങൾ വന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി സംസാരിക്കുന്നതിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ഈ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഈ സ്ഥലം എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ രീതിയിൽ ഗൗതമാണ് കുറേയും കൂടിയും യാത്രകളെക്കുറിച്ച് വായിക്കുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഗൗതമാണ്. ഗൗതമിൻ്റെ ഒരു ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പം ഏത് സ്ഥലം ചോദിച്ചാലും മിക്കവാറും സ്ഥലങ്ങളിലെ ചിത്രങ്ങൾ കണ്ടാലൊക്കെ അത് ഏത് സ്ഥലമാണെന്ന് പെട്ടെന്ന് തന്നെ പറയും. അപ്പോൾ പക്ഷേ ഇത് ഗൗതമിന് പറയാൻ പറ്റിയില്ല. ഇത് ഏത് സ്ഥലം മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇത് ഇസ്ഫഹാൻ, ഇറാനിലുള്ളൊരു സ്ഥലമാണ്, ഇസ്ഫഹാൻ എന്നാണ് പേര് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതമും ഇസ്ഫഹാൻ ആദ്യമായിട്ടാണ് അപ്പോൾ കേൾക്കണത്. നമ്മൾ ഇറാനിനോടുള്ള പരിചയം എന്ന് പറയുന്നത്, അപ്പം ഞാൻ PG പഠിക്കുന്ന സമയത്ത് കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഫിലിം ഫെസ്റ്റിവലുകളിൽ പോവുകയും കുറച്ചും കൂടിയും പുറത്ത് അന്യഭാഷാ ചിത്രങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് ആ ഒരു സമയത്താണ്. അപ്പം അങ്ങനെ കുറേ ഇറാനിയൻ സിനിമകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലുകളിലും യൂണിവേഴ്സിറ്റി സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ. അപ്പം ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്ന ഒരു ഭാഷയാണ് ഇറാൻ. ജാഫർ പനായി, മാജിദ് മജീദി, അഷ്ഗർ ഫറാദി, കിറോസ്തമി, അങ്ങനെ ഒരുപാട് നല്ല സംവിധായകരുടെ സിനിമകൾ ഇറങ്ങുന്ന ഒരു ഭാഷയാണ് ഇറാൻ. അപ്പോൾ അങ്ങനെ ആ സിനിമകൾ കൂടെയാണ് ഇറാൻ എന്നുള്ള സ്ഥലം, ഇറാനിലെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം അഷ്ഗർ ഫറാദിയുടെയൊക്കെ സിനിമയാണെങ്കിൽ കൂടുതലും സിറ്റി ബേസ്ഡ് ആയിരിക്കും. ടെഹ്റാൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് പല സിനിമകളിലും. കിയാറോസ്തമിയുടെയും മാജിദ് മജീദിൻ്റെയൊക്കെ സിനിമകളിലാണെങ്കിൽ ഇറാനിലെ ഗ്രാമപ്രദേശങ്ങളാണ് കാണിക്കുന്നത്.
അപ്പം അങ്ങനെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഇറാനെ കുറിച്ച്. അതല്ലാണ്ട് ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്നോ ആകെ കേട്ടിട്ടുള്ള സ്ഥലങ്ങൾ ടെഹ്റാനും ഷിറാസും മാത്രമാണ്. ടെഹ്റാൻ ക്യാപിറ്റലാണ്, ഒബിയസ്ലി നമുക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട്, ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഷിറാസ് ആണെങ്കിൽ ഇപ്പം കവി ഹഫീസിൻ്റെ ഒക്കെ നാടാണ്. അപ്പം കവിതയ്ക്കൊക്കെ പ്രാധാന്യമുള്ള നാടാണ്. അപ്പം ഈ 2 സ്ഥലപ്പേരുകൾ മാത്രമേ ഇറാനിൽ കേട്ടിട്ടുള്ളൂ. ഇസ്ഫഹാൻ എന്നുള്ള പേര് വളരെ പുതിയതായിരുന്നു. 2019 തുടക്കത്തിൽ ഇറാൻ്റെ വിസ പ്രൊസീജിയേഴ്സ് വളരെ ലീനിയൻ്റ് ആക്കിയിട്ട് ഒരു വാർത്ത അങ്ങനെ കണ്ടു, ലീനിയൻ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ന്യൂസ് നോക്കുമ്പം ഓണറേബിൾ വിസയും ഇ വിസയും നടപ്പിലാക്കിയിട്ടുള്ളൊരു, ഇറാനിൽ ഓണറേബിൾ വിസയും ഇ വിസയും ഇനി മുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണ് കണ്ടത്. അപ്പം ഞങ്ങൾക്കത് ഞങ്ങൾക്കുള്ളൊരു കോളായിട്ട് തോന്നി. അതായത് ഇതന്നെയാണ് പോവാൻ ബെസ്റ്റ് സമയം എന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങളങ്ങനെ 2019 എന്തായാലും ഇറാനിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. ബാംഗ്ലൂർ ടു മസ്കറ്റ് ടു ടെഹ്റാൻ അങ്ങനെയായിരുന്നു ഫ്ലൈറ്റ്. അപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്, ബോർഡിംഗ് പാസ് വാങ്ങിക്കുന്ന സമയത്ത് എവിടെയാണ് ഡെസ്റ്റിനേഷൻ എന്ന് ചോദിച്ചു. ഇപ്പോൾ ടെഹ്റാനാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നിങ്ങനെ എന്താ പറയുക, അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്ന കുട്ടി ഒന്നിങ്ങനെ പുരുകൻ ചൊളിച്ചിട്ട് ഇറാനിലോ വൈ ഇറാൻ എന്ന് ചോദിച്ചു. ആർ മുസ്ലിം എന്നാണ് ചോദിച്ചത്. ആർ മുസ്ലിം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ ഐ എം നോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദെൻ വൈ ഇറാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ടൂറിസ്റ്റിനാണ് പോണത് എന്ന് പറഞ്ഞു. അപ്പം ഷീ വാസ് സർപ്രൈസ്ഡ്. ടൂറിസ്റ്റിനൊക്കെ ആൾക്കാർ ഇറാനിൽ പോകുന്നുള്ള പോലെ അങ്ങനത്തെ ഒരു ചോദ്യം. അപ്പം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഇങ്ങനെ ഇതൊരു എന്താ പറയുക, ഒരു കിഡ്ലൻ യാത്രയായിരിക്കും, അങ്ങനെ അധികാരം പോവാത്തൊരു യാത്ര എന്നുള്ളൊരു ഇതിപ്പോൾ വന്നു. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അധികാരം പോവാറില്ലേ ഇറാനിലെന്ന് അങ്ങനൊരു ചോദ്യം മനസ്സിൽ വന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മസ്കറ്റ് വഴിയാണ് ടെഹ്റാനിലേക്ക് പോയത്. ടെഹ്റാനായിരുന്നു ആദ്യത്തെ സ്റ്റോപ്പ്. ബാംഗ്ലൂർ, മസ്കറ്റ്, ടെഹ്റാനിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം ടെഹ്റാനിൽ നിന്ന് സാരി വഴി മസന്ദറാൻ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലേക്ക് പോയി. മസന്ദറാനിൽ ബഡാബ്സൂർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കാണാൻ പോയത്. ബഡാബ്സൂർത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കാണാൻ പോയത്. ബഡാബ്സൂർത്തിന് ശേഷം ഈസ്റ്റ് അസർബൈജാനിലുള്ള കണ്ടോവാൻ എന്ന സ്ഥലത്തിലേക്ക് പോയി. കണ്ടോവാനിൽ നിന്നും കുർദിസ്ഥാനിലുള്ള പലങ്ങാൻ ഗ്രാമത്തിലേക്ക് പോയി. പലങ്ങാനിൽ നിന്ന് ഇസ്ഫഹാനിലേക്ക് വന്നു. ഇസ്ഫഹാനിൽ നിന്ന് ഷിറാസിൽ നിന്ന് കെഷ്മ. അങ്ങനെ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പായിരുന്നു. മിക്കവാറും സ്ഥലങ്ങളിലും 2-3 ദിവസം വീതമാണ് താമസിച്ചത്. പറയുമ്പം നമ്മൾ ഇറാൻ്റെ ക്യാപിറ്റലാണ് ടെഹ്റാൻ. അപ്പോൾ നമ്മൾ വളരെ വലിയ എയർപോർട്ടൊന്നുമല്ല. എയർപോർട്ടിൻ്റെ വിസ സെൻ്ററൊക്കെ ആണെങ്കിൽ ഒരു കഫേ ഷോപ്പൊക്കെ പോലെയാണ്. വളരെ ഇൻഫോർമലായിട്ട് നമുക്ക് വട്ടമേശയും ചുറ്റും കസേരകളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഫില്ല് ചെയ്യാനും അങ്ങനെ ഒരു വളരെ ഇൻഫോർമലായിട്ടുള്ളൊരു സെറ്റപ്പാണ്. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നു, ഇറാൻ എന്ന് പറയുന്നത് അവിടെ സ്ത്രീകളെല്ലാവരും തല മറച്ചിരിക്കണം നിർബന്ധമാണ്. അത് നമ്മൾ ടൂറിസ്റ്റ് ആണെങ്കിലും മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഒക്കെയും നമ്മൾ എല്ലാവരും ഇറാനിലെ മിക്ക സ്ഥലങ്ങളിലും തല മറയ്ക്കണം നിർബന്ധമാണ്. അപ്പം ഞാനൊരു ഷോളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷോൾ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ അപ്പം നമ്മളെ നോക്കും. നമ്മൾ അങ്ങനെ ഷോൾ ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഷോൾ തലേന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ നമ്മളെ കുറച്ച് സ്റ്റെയർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് ശീലമായി. പിന്നെ നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ പോലെയായിരുന്നു. അതങ്ങ് ശീലമായി. പിന്നെ ടെഹ്റാനിലെ സ്ട്രീറ്റ്സിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ചാദർ ധരിച്ചിട്ടുള്ള സ്ത്രീകളാണ്. ചാദർ എന്ന് പറയുന്നത് ഒരു ഇറാനിയൻ ശിരോവസ്ത്രമാണ് ചാദർ. അത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇടുന്ന മഫ്ത പോലെയല്ല, അത് ഫുൾ ലെങ്ത് ഉള്ള ഒരു ശിരോവസ്ത്രമാണ്. അത് തലയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് സ്ത്രീകളെല്ലാവരും അതിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ അതിൻ്റെ 2 അറ്റം പിടിച്ച് ഇട്ടിട്ടുണ്ടാവും. അപ്പം മിക്ക സ്ത്രീകളും ആ ചാദർ ധരിച്ചിട്ടാണ്. അപ്പം അത് ഞാൻ പല ഇറാനിയൻ സിനിമകളിലും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, എനിക്ക് ഭയങ്കര കൗതുകമുള്ളൊരു വസ്ത്രമാണ് അത് ചാദർ. അപ്പം ചാദർ ധരിച്ച ഒരുപാട് സ്ത്രീകളെയാണ് ആദ്യം കണ്ടത്, വവ്വാലുകളുടെയൊക്കെ പോലെ. അപ്പം ഞങ്ങളങ്ങനെ
ഇറാന് കാലുകുത്തി ടെഹ്റാനിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലുകളിലാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അധികവും താമസിക്കാറുള്ളത്. കാരണം കോസ്റ്റ് എഫക്റ്റീവാണ്, റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹോസ്റ്റലുകളാണ് അധികവും ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ മിക്സഡ് ഹോസ്റ്റൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെ ഉള്ള ഹോസ്റ്റൽസ് ഉണ്ടാവും. അപ്പോൾ ഡോമെട്രി ബെഡൊക്കെയാണ് സാധാരണ ഹോസ്റ്റലുകളിൽ യൂറോപ്പിലൊക്കെ പതിവ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഹോസ്റ്റൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ടെഹ്റാനിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഹോസ്റ്റലിലെത്തി റൂമിലേക്ക് പോയപ്പം അതൊരു സാധാരണ ഹോട്ടൽ റൂം പോലെ തന്നെയാണ്. നമുക്കൊരു ഡബിൾ ബെഡിന് പകരം 2 സിംഗിൾ ബെഡാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നമുക്കൊരു റൂം എടുത്ത പോലെ തന്നെ, 2 പേരേ ഉള്ളൂ ഒരു റൂമിൽ. അപ്പം ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ റൂം എടുത്ത പോലെ തന്നെയായിരുന്നു അവിടെ പോയിട്ട്. ഞങ്ങളവിടെ നിന്നിട്ട് റെസ്റ്റ് ചെയ്തതിന് ശേഷം ടെഹ്റാനിൽ ആകെ ഒരു ദിവസം മാത്രമേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ടെഹ്റാൻ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടുതലും മറ്റ് സ്ഥലങ്ങളിലാണ് സമയം ചെലവഴിച്ചത്. ടെഹ്റാനിൽ പോയൊരു സ്ഥലം ഡാർബണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പം ആ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. ഡാർബണ്ട് എന്ന് പറയുന്ന ഒരു മലയുടെ താഴെയായിട്ടുള്ള ഒരു ട്രെക്കിംഗ് ട്രെയിലാണ്. അപ്പോൾ ആ ട്രെക്കിംഗ് ട്രെയിലിൽ 2 വശത്തായിട്ട് നിറയെ ഭക്ഷണശാലകളാണ്, പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. പേർഷ്യൻ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇറാനിയൻ ഫുഡ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നിരത്തി, ഭയങ്കര കളർഫുള്ളാണ്, പച്ച, മഞ്ഞ, ചുവപ്പ് നിറത്തിലൊക്കെ നിര ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഭക്ഷണങ്ങൾ. സ്വീറ്റ്സും അങ്ങനെ ഒരുപാട്. അതൊരു വലിയ ട്രെക്കിംഗ് ട്രെയിൽ. അപ്പോൾ നമുക്ക് സാധാരണ ട്രെക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പണിയാണല്ലോ ട്രെക്കിംഗ് ചെയ്യണത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറി പോണത് അറിയില്ല. 2 വശത്തും നിറയെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആൾക്കാർ ചിലതൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വാൾനട്ട് ഒക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടു. ഒരുപാട് വാൾനട്ടൊന്നും അങ്ങനെ ഉപ്പിലിട്ട് വെച്ചത് കാണാറില്ല. വാൾനട്ട് പലതരത്തിലുള്ള പച്ചക്കറികൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു, മാംസം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫുൾ പ്ലമ്മിൻ്റെ പലതരത്തിലുള്ള സ്വീറ്റ്സ് എന്നാണ് അവരതിന് പറയണത്. പക്ഷെ അത് കഴിച്ചു നോക്കിയാൽ ഭയങ്കര പുളിയാണ്. പുളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പുളിക്കുന്ന ഒരു സ്വീറ്റാണ്. പ്ലമ്മിൻ്റെ പലതരത്തിലുള്ള ഷേപ്പിലുള്ള പ്ലം ക്യാൻഡീസും ഒക്കെ ആയിട്ട്. അങ്ങനെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാർബണ്ടിൽ പോയി. അവിടെ നിന്നാണ് റോസ്ലിൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ വഴിയരികിൽ പാവകളെ വിൽക്കണ ഒരു സ്ത്രീനെ കാണുന്നത്. നല്ല ഭംഗിയുള്ള പാവകൾ, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ പാവകളാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ആ സ്ത്രീനെ കണ്ടപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പാവകളെ നോക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം ആ സ്ത്രീ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു എവിടെ നിന്നാണ്. അപ്പം ഞങ്ങളോട് ചോദിച്ചു സദേൺ ഇറാൻ എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, സദേൺ ഇറാൻ എന്നല്ല, ഞങ്ങൾ സദേൺ ഇന്ത്യ എന്നാന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ കണ്ട സദേൺ ഇറാനികളാന്ന് പറയുന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പം നോക്കുമ്പോൾ ആ സ്ത്രീയാണ്, ആ സ്ത്രീയുടെ കുടുംബം നോക്കണത്. പാവകളെ ഉണ്ടാക്കിയിട്ടാണ് അവർ അത് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. നല്ല രസമുള്ള പാവകൾ, ക്ലേ പോലത്തെ, അതൊരു പ്രത്യേകതരം ക്ലേ ആണത്ര. അപ്പം അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാവകൾ ഇങ്ങനെ ഇപ്പം നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കപ്പിൾ പാവകൾ, അങ്ങനെ ഒരു പലതരത്തിലുള്ള പാവകൾ ഉണ്ടാക്കുന്നുണ്ട് ആ സ്ത്രീ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ആ സ്ത്രീ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഗൈഡായിട്ടും പോവാറുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. വളരെ ബ്രോക്കൺ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇറാനിൽ പൊതുവെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ സിറ്റിയിലാണെങ്കിൽ കൂടിയും ഈവൻ എയർപോർട്ടിൽ തന്നെ ഇംഗ്ലീഷ് അറിയുന്ന എയർപോർട്ട് സ്റ്റാഫിന് പോലും നേരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല.
അവരുടെ ഫാർസിയാണ് അവരുടെ സംസാര ഭാഷ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, മുറിഞ്ഞ ഇംഗ്ലീഷിൽ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും, നിങ്ങൾക്ക് ഗൈഡിനെ വേണമെങ്കിൽ ഞാൻ കൂടെ വരാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളാകെ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ടെഹ്റാനിൽ. അതുകൊണ്ട് ഞങ്ങൾ ആ സ്ത്രീയോട് സംസാരിച്ച് അങ്ങനെ പിരിഞ്ഞു. എന്നിട്ട് ഡാർബണ്ടിൽ പല ഭക്ഷണങ്ങൾ രുചിച്ച് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഗോലസ്ഥാൻ പാലസിലേക്കാണ്. ഗോലസ്ഥാൻ പാലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാലസാണ്. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യത്തിന് ഞങ്ങൾ പോയ ദിവസം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരുമ്പോൾ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല സ്ഥലത്തും കാണാത്ത കുറേ പുതിയ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. ഇപ്പം ഇറാൻ തണുപ്പ് സമയത്ത് നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം തണുപ്പ് ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ ഞങ്ങൾ പോയ സമയത്ത്. അപ്പം അതുകൊണ്ടായിരിക്കും ബൈക്കുകളിലെല്ലാം കയ്യുറകൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇൻബിൽറ്റ് കയ്യുറകളാണ്. അപ്പം ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നേരെ കയ്യുറകൾ ഇട്ടിട്ട് അങ്ങനെ ഹാൻഡിൽ പിടിക്കാൻ പറ്റും. തണുപ്പിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ടെക്നിക്കൊക്കെ കാണുന്നത്. അങ്ങനെ എല്ലാ വണ്ടികളിലും ഇങ്ങനെ കയ്യുറകൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു കൺട്രിയാണ് ഇറാൻ. അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഡാർബാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 5 കിലോമീറ്ററോളം ടാക്സി വിളിച്ചു. അപ്പം നമുക്ക് ഐഡിയ ഇല്ല എത്ര പൈസ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇറാനിലാണെങ്കിൽ മറ്റൊരു പ്രത്യേകത, നമുക്ക് കാർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ATM കാർഡോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹാർഡ് മണി ക്യാഷ് തന്നെ വേണം. അപ്പം ഞങ്ങളാണെങ്കിൽ നമുക്ക് കൃത്യം ക്യാഷ് കയ്യിലെടുത്തിട്ടാണ് നമ്മൾ പോണേ. കാരണം അവിടുന്ന് ATM നമുക്ക് വിഡ്രോ ചെയ്യാൻ പോലും പറ്റില്ല. അവിടുത്തെ ATM-ലൊന്നും കാർഡ്സ് ഒന്നും വർക്ക് ആവില്ല. അമേരിക്ക ഇതാവുന്ന വിസ കാർഡ്സോ ക്രെഡിറ്റ് കാർഡ്സോ ഒന്നും അങ്ങനത്തെ ഇതൊന്നും വർക്ക് ആവില്ല. അപ്പം ഞങ്ങൾ ക്യാഷ് എടുത്തിട്ടാണ് പോണത്. അപ്പം നമ്മളിങ്ങനെ ഓരോ തവണയും ഓരോ ഇതിന് പോകുമ്പോഴും നമ്മളിങ്ങനെ എത്രയാവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ 5 കിലോമീറ്ററോളം ഓടിയിട്ട് ടാക്സിക്ക് നമ്മൾ കൊടുത്തത് ഇന്ത്യൻ മണിയിൽ 30 രൂപയാണ്. അപ്പോൾ അത്രയും വില കുറവാണ് അവിടെ സർവീസസിനും ഭക്ഷണത്തിനും എല്ലാം. അപ്പം ഞങ്ങൾക്ക് ഏകദേശം സമാധാനമായി. അടുത്ത 16 ദിവസം സർവൈവ് ചെയ്യാനുള്ള ക്യാഷ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു സമാധാനം നമുക്കപ്പോൾ വന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ ഏകദേശം സന്ധ്യയായി. അപ്പം ഡാർബണ്ടിൽ പോയി, പിന്നെ ഗോലസ്ഥാനിൽ പോയി, കാണാൻ പറ്റാതെ തിരിച്ചു വന്നു. പിന്നെ തബിയാത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പം അത് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിറയെ ഭക്ഷണശാലകളാണ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ ഭക്ഷണശാലകൾ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. രാത്രി മുഴുവൻ ലൈറ്റപ്പ് ചെയ്ത് നഗരം ഫുള്ള് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം. അങ്ങനെ തബിയാത്ത് ബ്രിഡ്ജിൽ പോയി അവിടുന്ന് ഞങ്ങൾ ഡിന്നർ കഴിച്ചത് തഹ്ചിൻ എന്ന് പറഞ്ഞൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അത് തഹ്ചിൻ. പക്ഷെ നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെയല്ല. അത് അവരുടെ റൈസ്, ഇറാനിയൻസിൻ്റെ റൈസ് പ്രിപ്പറേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ മുകളിൽ ഒരു യെല്ലോ കളർ ക്രസ്റ്റ് ഉണ്ടാവും. അവരിങ്ങനെ ഒരു കുങ്കുമപ്പൂവും നെയ്യും എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ക്രസ്റ്റാണ്. അപ്പോൾ ആ ക്രസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച പോലെ ആയിരിക്കും ചിക്കൻ ഉണ്ടാവും. അപ്പം അങ്ങനെ തഹ്ചിൻ കഴിച്ചു. ഇറാനി ചായ കുടിച്ചു. സുലൈമാനി പോലെ കട്ടൻ ചായയാണ്. പിന്നെ വേറൊരു പ്രത്യേകത, അവർ പഞ്ചസാരയ്ക്ക് പകരം അതിൽ നബാത്ത് എന്ന് പറഞ്ഞൊരു റോക്ക് ക്യാൻഡിയാണ് ഇടുക. അത് പഞ്ചസാര കട്ടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കോലിലിങ്ങനെ പഞ്ചസാര കട്ടിയും സാഫ്രൺ, കുങ്കുമപ്പൂ, റോസ് വാട്ടറൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ക്യാൻഡിയാണ്. അപ്പോൾ നമ്മളത് സ്പൂണിന് പകരം ചായയിൽ ഇങ്ങനെ ആ ക്യാൻഡി മുക്കിയിട്ട് അതങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അലിഞ്ഞു പോകും. അങ്ങനെയാണ് അവിടെ ചായ കുടിക്കുക. പഞ്ചസാരയ്ക്ക് പകരം അതാണ് ഉപയോഗിക്കുക. അപ്പം അങ്ങനെ ആദ്യത്തെ ദിവസം ഇറാൻ്റെ ഒരു ചെറിയ ഫ്ലേവർ ഞങ്ങൾക്ക് കിട്ടി. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ടെഹ്റാനിൽ നിന്ന് സാരി വഴി മസന്ദ്രാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത്. മസന്ദ്രാൻ ഒരു സ്റ്റേറ്റാണ്, അവിടെ പ്രൊവിൻസ് എന്നാണ് പറയുക. അപ്പോൾ സാരി വഴിയാണ് മസന്ദ്രാനിലേക്ക് പോയത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ പ്രകാരം രാവിലെ ടെഹ്റാനിൽ നിന്ന് ബസ് കയറി, അവിടെ VIP ബസ് എന്നാണ് ബസ്സുകൾക്ക് പറയാം. അതായത് ഓവർനൈറ്റ് അല്ലെങ്കിൽ ലോങ് ജേർണി ബസ്സസ് എല്ലാം സാധാരണ രീതിയിലുള്ള ബസ്സുകളൊന്നും ഉണ്ടാവില്ല.
ഭയങ്കര ലക്ഷറി ബസ്സസ് ആയിരിക്കും, പക്ഷേ കാശ് വളരെ കുറവാണ്. ഒട്ടും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിന് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ബസ് ജേർണി നടത്താം. ഒരു ചെറിയൊരു ഫ്ലൈറ്റ് കയറിയ പോലെ തന്നെയാണ്. നമുക്ക് ഭക്ഷണം, ഡ്രിങ്ക്സ് സെർവ് ചെയ്യാൻ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് വളരെ ചിലവ് കുറവാണ്. ഞങ്ങൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ നമുക്ക് ബസ്സിന് 600 രൂപയോ മറ്റോ നമുക്ക് ആയുള്ളൂ. ഏകദേശം ഒരു ദിവസത്തെ ജേർണി ഉണ്ടായിരുന്നു. രാവിലെ പുലർച്ചെ പുറപ്പെട്ടിട്ട് വൈകുന്നേരം എത്തുന്ന രീതിയിൽ. അപ്പം അത്രയും ജേർണിക്ക് നമുക്കൊരു 600 രൂപ മാത്രമേ ആയുള്ളൂ. അങ്ങനെ ഞങ്ങൾ സാരി വഴി മസ്ദറാനിലേക്ക് പോകുന്നു. അപ്പോൾ പ്ലാൻ സാരിയിൽ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്ന സ്ഥലം എന്ന് പറയുന്നത് മസ്ദറാൻ എന്നുള്ള സ്റ്റേറ്റിൽ ഒറോസ്ത് എന്ന് പറഞ്ഞൊരു വില്ലേജിൻ്റെ അടുത്തുള്ള ബഡാപ് സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. ബഡാപ് സൂറത്തിൽ ഒരു പ്രത്യേകതരം വോൾക്കാനിക് ആക്ടിവിറ്റി ഒക്കെ നടന്ന് വരുന്ന ഒരു പ്രത്യേകതരം വെള്ളം കെട്ടി നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബഡാപ് സൂറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസമേ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് രാത്രി ഒറോസ്ത് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് താമസിക്കേണ്ടത്. അപ്പം ഈ വില്ലേജിലേക്ക് ബസ്സൊന്നുമില്ല. സാരി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെയിൻ, സാരി ഒരു ഡിസ്ട്രിക്റ്റ് ആണ്, ഒരു ടൗണ്, മെയിൻ ടൗൺ ആണ്. അപ്പോൾ സാരി വരെ ബസ്സുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാക്സിയിൽ പോകണം. അപ്പോൾ സാരിയിൽ നിന്ന് ഞങ്ങളൊരു ഡ്രൈവറിനെ, ട്രിപ്പ് അഡ്വൈസർ ഫോറം വഴി നമ്മളൊരു ഡ്രൈവറിനെ കോണ്ടാക്ട് ചെയ്തിട്ട്, മൂപ്പര് ഹമീദ് എന്നാണ് പേര്. അപ്പോൾ ഹമീദ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹമീദ് നമ്മളെ പിന്നെ വിളിച്ചു പറഞ്ഞു ഹമീദിന് വേറെ എന്തോ ഒരു തിരക്ക് കാരണം ഹമീദിന് വരാൻ പറ്റില്ല. ഹമീദിൻ്റെ കസിൻ ആയിട്ടുള്ള ഹുസൈനെ അയക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേറെ നിവൃത്തിയൊന്നുമില്ല, നമുക്ക് പറയണത് ശരിയെന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവിടേക്ക് എത്തണമല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഹുസൈനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ സാരിയിൽ ഇറങ്ങി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഹുസൈൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഓമിദും കൂടിയിട്ടാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പം ഞങ്ങളുടെ അതേ പ്രായത്തിലുള്ള 2 ചെറുപ്പക്കാരാണ്. അപ്പം ഞങ്ങൾ എന്നാൽ നമുക്ക് പോകല്ലേ എന്ന് ചോദിച്ചിട്ട്, അത്യാവശ്യം അവിടുന്ന് കാറിൽ പോകാനും ഏകദേശം 2-3 മണിക്കൂറോളം ദൂരമുണ്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ആദ്യമൊക്കെ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ ഓമിദിന് ഇംഗ്ലീഷ് തീരെ മനസ്സിലാവില്ല, സംസാരിക്കാനും പറ്റില്ല. ഹുസൈന് കുറച്ചൊക്കെ മനസ്സിലാക്കാം ഇംഗ്ലീഷ്, കുറച്ചൊക്കെ ബ്രോക്കൺ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഷ വേണമല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫാർസി അറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. അപ്പം അങ്ങനെ രസകരമായിട്ട് ആയിരുന്നു സംഭാഷണങ്ങളൊക്കെ. കുറച്ച് സമയം എടുത്തു ആ ഒരു ഫ്ലോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്.